ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ബാംഗ്ലൂർ പാലസ് കാണാനുള്ള യാത്രയിലാണ്. വഴിയരിയിലെല്ലാം കാണുന്ന, അങ്ങോട്ട് പോകുന്ന വഴിയില്ല കാണുന്ന ശില്പങ്ങളാണിതെല്ലാം. ഈ ശില്പങ്ങൾ നമ്മളെ കൊട്ടാരത്തിലെ മതിൽക്കെട്ടുകളിലേക്ക് അനയിച്ചു. ഉള്ളിലേക്കുള്ള വഴികളാണ്. നമ്മളൊരു കാട്ടിലൂടെ സഞ്ചരിക്കുന്ന പ്രതീതിയാണ്. ചുറ്റും നല്ല മരങ്ങളും നല്ല ഭംഗിയുള്ളൊരു അന്തരീക്ഷത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഒരാൾ നമ്മുടെ വണ്ടിക്ക് വട്ടം ചാടി. അവന് കൊടുത്തൊരു ഗാർഡായിരിക്കാം. സുന്ദരമായ ഗാർഡനാണത്. നല്ല ഭംഗിയുള്ള ഗാർഡനാണ്. ധാരാളം ചെടികളുണ്ട്. കൂടുതലും വലിയ വലിയ മരങ്ങളൊക്കെ ആയിട്ടാണ്. ഒരു പടയോട്ടത്തിൻ്റെ ലൊക്കേഷൻ പോലെയുണ്ട് കാണാൻ. ചിതൽപ്പുറ്റുകൾ അവിടെ ഇവിടെ ആയിട്ട് കാണാം. അധികം ചെടികളില്ല, ചൂട് കൂടുതലുള്ളതുകൊണ്ടാണോ എന്നറിയില്ല. എന്നാലും വലിയ വലിയ മരങ്ങൾ ധാരാളമായിട്ട് കാണാം. നമ്മൾ കൊട്ടാരത്തിലേക്ക് എത്തി. കൊട്ടാരം കാഴ്ചയിൽ വളരെയധികം ഡെക്കറേറ്റഡ് ആണ് പുറമേ നിന്ന്. പക്ഷേ അത് ഉള്ളിൽ കയറിയപ്പോൾ അത്ര ഒരു കൊട്ടാരത്തിൻ്റേതായ അത് ഫീൽ ചെയ്തില്ല. ലോകം മുഴുവനുള്ള കാഴ്ചകൾ നമ്മൾക്ക് മുമ്പിൽ എത്തിപ്പെടുന്നത് കൊണ്ടായിരിക്കാം. എൻട്രൻസ് ഫീ ഉണ്ട്. പിന്നെ ഉള്ളിലേക്ക് ക്യാമറ അലൗഡല്ല. കൂടുതലായിട്ടും അവിടെ ഉള്ളിലുള്ളത് കുറേ പിക്ചേഴ്സ് ഉണ്ട്, ഫോട്ടോസ് ഉണ്ട്. പിന്നെ കുറേ പഴയ ആൻറ്റിക് കളക്ഷൻസ് കുറച്ചുണ്ട്. അത്രേ വലിയ കാര്യമായിട്ടുള്ളൂ. നമ്മളെവിടെ എത്തിയത് നല്ല ഉച്ച വെയിലാണ്. ഇനി അതുകൊണ്ടാണോ എന്നറിയില്ല, പല ഡോസും ക്ലോസ്ഡ് ആയിരുന്നു അവിടെ. നല്ല 12 മണി വെയിലാണ് കണ്ടോ. നമ്മുടെ നിഴൽ പോലും മാറി നിൽക്കാത്ത അത്ര വെയിലായിരുന്നു. നല്ല ചൂടായിരുന്നു. കുറച്ചപ്പോൾ അത് തന്നെ ആളുകളും കുറച്ച് കമ്മിയായിരുന്നു. ഏക്കർ കണക്കിന് സ്ഥലത്താണ്. പക്ഷേ നമ്മളൊരു ചെറിയ മൂലയ്ക്കുള്ളൊരു ഗാർഡൻ മാത്രമാണ് കവർ ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. ഒരു മുല്ലപ്പന്തലാണിത്. ഇത് ഈവനിങ് ആകുമ്പോഴായിരിക്കും കുറച്ച് ആക്റ്റീവ് ആവാൻ തോന്നുന്നു. കുട്ടികളൊക്കെ തണല നോക്കി ഓടി ഓടി കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവിടെ വന്നിരിക്കുന്നവരും ഓരോരുത്തരായി തണലത്ത് മാറി മാറി ഇരിക്കുന്നുണ്ട്. പച്ച പാവാട കൊടുത്ത കൊട്ടാരത്തിന് പച്ചയും മഞ്ഞയും നിറം ചേർന്ന ഡെക്കറേറ്റഡ് ചെടികളാണ് കൂടുതലുള്ളത്. നല്ല ചൂടും വെയിലും ആയതുകൊണ്ട് ചെറിയ തോതിലുള്ള കാഴ്ചകൾ മാത്രമേ എനിക്ക് ഉൾപ്പെടുത്താൻ സാധിച്ചിട്ടുള്ളൂ. വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നന്ദി.